ആഴ്ചകൾക്ക് മുൻപ് കോഴിക്കോട് നഗരത്തിലെ കടയിൽ നിന്ന് ചെരുപ്പ് വാങ്ങിയതാണ് ഫെബിന. ഗൂഗിൾ പേ വഴി 1000 രൂപ നൽകി. പണം അക്കൗണ്ടിൽ നിന്ന് പോയെന്ന സന്ദേശവും ലഭിച്ചു. എന്നാൽ പണം കിട്ടിയില്ലെന്നായിരുന്നു കടക്കാരൻ്റെ മറുപടി. ഞാൻ വെയിറ്റ് ചെയ്യാണ്, കാരണം അവർ സാധനം പാക്ക് ചെയ്തു. ഞാൻ അത്രയും ടൈം എടുത്തിട്ട് സെലക്ട് ചെയ്ത ഒരു ചെരുപ്പായിരുന്നു. അത് തരാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പോൾ പൈസ കയറിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ചെരുപ്പ് വാങ്ങിച്ചിട്ടില്ല. കാരണം ആ ഒരു നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു പൈസ നമുക്ക് അത്ര ചെറിയ പൈസ അല്ല. ശരിക്കും പറഞ്ഞാൽ കള്ളിയാക്കി കളയാം. തന്നിട്ടൊന്നുമില്ല, ഞങ്ങളെ അക്കൗണ്ടിലില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരുപാട് പേര് ആ ഷോപ്പിലുണ്ടായിരുന്നു താനും. പെട്ടെന്ന് തന്നെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റിലൊന്നും ഞാൻ ഓക്കെ എന്ത് ചെയ്യണം എന്നറിയാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ്ടായത്. എന്നാൽ താൻ കേസുകൂടെ എന്ന രീതിയിൽ കടക്കാരൻ പ്രതികരിച്ചതോടെയാണ് ഫെബിന ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കോടതിയിൽ സ്വന്തമായി വാദിച്ചു. 7 ദിവസം കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ട് ഉറപ്പായിട്ടും അവർ പറഞ്ഞു തന്നു, കാരണം ഇവരെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ വീണ്ടും കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഒരു സമയത്ത് തന്നെ കയറിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അത് കേൾക്കാനുള്ള ടൈമില്ല. അതേപോലെ 1000 രൂപയിൽ അത് കയറിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇത് വേണമെങ്കിൽ ഞങ്ങളെ കയറിയിട്ടില്ല, നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അങ്ങനെയാണ് അവരൊരു മറുപടി ഉണ്ടായിട്ടുണ്ട്. അവർ ലാസ്റ്റ് ആയപ്പോൾ ഇത് പറഞ്ഞു എന്നാൽ പിന്നെ കൺസ്യൂമർ കോർട്ട് പോയാൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോയിക്കോളൂ, എന്നാൽ താൻ കേസ് കൂടെ എന്നുള്ള ഒരു ലെവലിൽ അങ്ങനെ സംസാരിച്ചു. സിറ്റിങ്ങുകൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ദിവസം ഉപഭോക്തൃ കോടതി വിധി പ്രസ്താവിച്ചു. ചെരുപ്പിന്റെ പൈസയും ഇക്കാലയളവിൽ എന്ന മാനസിക വിഷമം കണക്കിലെടുത്ത് 5000 രൂപ നഷ്ടപരിഹാരവും കടയുടമ നൽകണമെന്നാണ് കോടതി വിധി. വളരെ സ്പീഡി ജസ്റ്റിസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം എന്താ, നമ്മളെ ഭാഗത്ത് ശരിയുണ്ട്, എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവും ആ പൈസ അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് അതന്നെ ഒരു റിലീഫായിരുന്നു. കാരണം എൻ്റെ പൈസ നഷ്ടപ്പെട്ടതിലല്ല, പക്ഷേ പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള അപ്പോൾ ഞാൻ നല്ലോണം വിഷമിച്ചിരുന്നു. പക്ഷേങ്കിൽ ഇത് ഓർഡർ കേട്ടപ്പോൾ തന്നെ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഓർഡറിൽ പറയുന്നത് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു പൈസ, അതിൻ്റെ കൂടെ ഒരു 5000 രൂപ വേറെയും, പിന്നെ ഇനി അവരത് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നിട്ടില്ലെങ്കിൽ ഞാൻ പേഴ്സണേജ് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ എനിക്ക് തരണം. അതതിന് ഓർഡറിൽ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. CK വിജയനാണ് നമ്മുടെ കൂടെയുള്ളത്. CK, ഗുഡ് മോർണിംഗ്. അതിൽ ഫെബിന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കും ഇതേപോലുള്ള അനുഭവം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളിങ്ങനെ അപമാനപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ ഇതേപോലെ വെയിറ്റ് ചെയ്തു. അവസാനം അവർക്കും നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, കാര്യങ്ങൾ സോൾവ് ആയി. അവർക്കും ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ പരിശോധിക്കായിരുന്നു. ഫെബിനയുടെ മൊബൈലിൽ നിന്നും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പണം പോയിട്ടുണ്ട് എന്ന്. ഈ പൈസ പോയതിലല്ല, അവിടെ കള്ളിയാക്കപ്പെട്ടു, അവളെ അപമാനിച്ചു. അതിലാണ് നിയമ പോരാട്ടം നടത്തിയത്. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, ഒരാളെയും അങ്ങനെ ചെയ്യാനും പാടില്ലായിരുന്നു, അല്ലേ? തീർച്ചയായും അതെ. ഈ സബിനെയാണ് പോരാടിയതെങ്കിലും സത്യത്തിൽ വിജയിച്ചത് ഇത്തരത്തിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന എല്ലാവരുമാണ്. കാരണം ഇതൊരു വലിയ സാധ്യതയാണ്. നമ്മൾക്ക് പലർക്കും അറിയില്ല എങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ ഒരു ട്രാൻസാക്ഷൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ഒരു കമ്മോഡിറ്റി വാങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നത്തിൽ പ്രയാസങ്ങൾ നേരിടുകയോ ഇൻസൾട്ട് നേരിടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് പോംവഴിയുണ്ട്. അത് സത്യത്തിൽ ഇവിടെ അത് കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഉപഭോക്തൃ അവകാശം എന്ന് പറയുന്നത് വളരെ വലിയ അവകാശമാണ്. ആ കോടതിയിൽ പോയാൽ നിങ്ങൾക്ക് വക്കീലിൻ്റെ സഹായം പോലും വേണ്ട കേസ് നടത്തുന്നതിന് വേണ്ടി. അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സ്പീഡിയായി ഇപ്പോൾ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം, ഈ ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കടയുടമക്ക് കടക്കാരനത് അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല. സ്വാഭാവികമായും നമ്മുടെ കയ്യിൽ നിന്ന് പണം ഡിഡക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കാൻ വളരെ കൃത്യമായ തെളിവുകളുണ്ട്. മൈക്രോ സെക്കൻഡുകൾ അടക്കം നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അത് അപ്പോൾ തന്നെ മനസ്സിലാകും. ഇനി അതല്ലെങ്കിൽ പിന്നീട് കണ്ടുപിടിക്കുകയും ചെയ്യാം. വെറുതെ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച്, പൊതുസ്ഥലത്ത് വെച്ച് മോശമായ രീതിയിൽ പെരുമാറുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ ആ വെല്ലുവിളി വിളിച്ച ആൾക്ക് കൃത്യമായി കണക്കിന് കിട്ടി. 1000 രൂപയ്ക്ക് പകരം അയാൾ ഇപ്പോൾ 5000 രൂപ അധികം കൊടുക്കണം. മാത്രമല്ല അത് വൈകിയാൽ അതിൻ്റെ പലിശയും കൊടുക്കണം. ഇത്തരത്തിൽ വലിയ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നത് വലിയ മാനനഷ്ടവുമായി. ഏതായാലും ഇത്തരത്തിൽ പോരാടാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു വളരെ പോസിറ്റീവായൊരു വാർത്തയാണിപ്പോൾ ഈ സജിലയുടെ വാർത്ത.